ഹായ് ലേണേഴ്സ്, വെൽക്കം ടു സൈറ ലേണിങ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാഫ് തിയറിയാണ്. അതായത് ഗ്രാഫ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ബേസിക് ടേംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്രാഫ് തിയറി എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഗ്രാഫ് തിയറി എന്നതിന് ഗ്രാഫിന് നമുക്കൊരു ഡെഫിനിഷൻ പറയാം. A graph G is equal to V of G, comma E of G consists of V, a non-empty set of vertices or nodes or points, and E, a set of edges, also called lines. Okay, simply നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫിനെ G is equal to G of V E എന്ന് പറയാം. V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് വേർട്ടെക്സ് ആൻഡ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് എഡ്ജസ്. ഓക്കെ, സോ ഇവിടെ ഒരു ഗ്രാഫ് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫില് എ ബി സി ഡി ഇ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോ വേർട്ടെക്സുകളാണ്. ഓക്കെ, ആൻഡ് എയും ബിയും കണക്ട് ചെയ്തിട്ടുള്ള ഈ ലൈന്, അതുപോലെ തന്നെ എയും ഡി എ സി ഇതിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഈ ലൈൻസിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? എഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വേർട്ടീസസിനെ അല്ലെങ്കിൽ എന്താണ് വേർട്ടീസസിനെ നമുക്ക് നോഡ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പോയിന്റ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ എഡ്ജിനെ നമുക്ക് ലൈൻ എന്ന് പറയാം, ആർക്ക് എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് ഗ്രാഫ് എന്നതിനെ നമുക്ക് സിംപ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഗ്രാഫിന് മറ്റൊരു ഡെഫിനിഷൻ കൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് എ ഗ്രാഫ് ജി ഈസ് ആൻ ഓർഡേർഡ് ട്രിപ്പിൾ. അതായത് ഇവിടെ 3 പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്, വിയും ഇയും സൈയും വരുന്നുണ്ട്. ഓക്കെ, സോ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് വേർട്ടെക്സ്, അതുപോലെ തന്നെ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് എഡ്ജസ്. ഇവിടെ സൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ അഡ്ജസൻസി റിലേഷൻ. ഓക്കെ, അതായത് അസോസിയേഷൻ ബിറ്റ്വീൻ ഈച്ച് എഡ്ജ് വിത്ത് ദി വേർട്ടെക്സ് പെയർ ഓഫ് ജി. ഓക്കെ, അതായത് ഇപ്പോൾ എക്കും സിക്കും ഇടയിലുള്ള ഒരു എഡ്ജാണ് ഇവിടെ E2 എന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ എക്കും ബിക്കും ഇടയിലുള്ളതാണ് ബി, എന്റെയും ബിന്റെ ഇടയിലുള്ള ഒരു എഡ്ജാണ് E1 എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതിൻ്റെ എല്ലാം ഇടയിലുള്ളത് വരുന്നതാണ്? എ ആൻഡ് ബി എന്ന് പറയുന്ന വേർട്ടീസസിന് ഇടയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ കാണിക്കുന്നതാണ് സൈ എന്ന് പറയുന്ന ഒരു ടേം. ഓക്കെ, സോ നമുക്ക് രണ്ട് രീതിയിലും ഗ്രാഫിനെ ഡിഫൈൻ ചെയ്യാം. ഇവിടെ 3 പാരാമീറ്റേഴ്സ് വരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ഗ്രാഫിന്റെ ബേസിക് ഡെഫിനിഷൻ എന്നുള്ളത്. ഇനി നമുക്ക് ഒരു ഗ്രാഫില് ഇവിടെ ബി ഇസ് ഈക്വൽ ടു എ ബി സി ഡി. ഓക്കെ, വേർട്ടീസസ് ആയിട്ട് നമുക്ക് 4 ഇത് തന്നിട്ടുണ്ട്. ആൻഡ് ഇ എന്ന് പറഞ്ഞിട്ട് എഡ്ജ് ആയിട്ട് തന്നിട്ടുള്ളത് എ ബി, എ സി, ബി സി ആൻഡ് സി ഡി. ഓക്കെ, ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഗ്രാഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അതായത് എ ബി സി ആൻഡ് ഡി അല്ലേ, ഇത് 4 വേർട്ടെക്സുകളാണ്. ആൻഡ് എഡ്ജ് എന്ന് പറയുന്നത് അതിനിടയിൽ വരുന്ന ലൈൻസ്. ഓക്കെ, അപ്പൊ എയും ബിയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എയും സിയും കണക്ട് ചെയ്തിട്ടുണ്ട്, ബിയും സിയും കണക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് സിയും ഡിയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രാഫ് വരക്കാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എയും ബിയും കണക്ട് ചെയ്തിട്ടുണ്ട്, എയും സിയും കണക്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് ബിയും സിയും കണക്ട് ചെയ്തിട്ടുണ്ട്, സി ആൻഡ് ഡി. ഓക്കെ, സോ നമുക്ക് വേർട്ടെക്സും അതുപോലെ തന്നെ എഡ്ജും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇനി ഡിഗ്രി ഓഫ് എ വേർട്ടെക്സ്. എന്താണ് ഒരു വേർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്? The degree of a vertex V of a graph G denoted by degree of V is the number of edges incident with the vertex V. Okay, ഒരു വേർട്ടെക്സിൽ ഹാപ്പൻ ചെയ്യുന്ന എഡ്ജിന്റെ എണ്ണാണ് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു വേർട്ടെക്സിൽ ഇൻസിഡന്റ് വരുന്ന ഒരു വേർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്യുന്ന എഡ്ജസിന്റെ എണ്ണാണ് അതിന്റെ ഈ ഇപ്പോൾ എ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന ജോയിൻ ചെയ്യുന്ന 2 എഡ്ജാണ് ഈ 2 എണ്ണം. ഓക്കെ, സോ എന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് എ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും?
2 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഡിഗ്രി ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ബിയുമായി ജോയിൻ ചെയ്യുന്ന രണ്ട് എഡ്ജസ് ആണ് വരുന്നത്. സോ ഡിഗ്രി ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ആൻഡ് ഡിഗ്രി ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി എന്ന് പറയുന്ന വേർട്ടെക്സിലേക്ക് ഹാപ്പൻ ചെയ്യുന്ന എഡ്ജസ്, ഓക്കെ, അത് 3 ആണ്. ഓക്കെ, സോ ഡിഗ്രി ഓഫ് സി ഈസ് ഈക്വൽ ടു 3 ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഡിഗ്രി ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരെണ്ണം മാത്രം, ഒരു എഡ്ജ് മാത്രമാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. സോ ഡിഗ്രി ഓഫ് ഡി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാം. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വേർട്ടെക്സ് എയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്, അതായത് 2 ലൈൻസ് അതുമായി ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഈവൻ വേർട്ടെക്സ് ഉണ്ട്, ഓഡ് വേർട്ടെക്സ് ഉണ്ട്. ഈവൻ വേർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേർട്ടെക്സിന്റെ ഡിഗ്രി ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈവൻ വേർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി അതല്ല, അത് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഓഡ് വേർട്ടെക്സ് എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ 4 വേർട്ടെക്സ് ആണ് ഉള്ളത്, എ ബി സി ഡി ആണ്. അപ്പോൾ ഓരോ വേർട്ടെക്സിന് എ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈവൻ വേർട്ടെക്സ് ആണ്, ബിക്കോസ് എയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ ബിയുടെ ഡിഗ്രി 2 ആണ്, അത് ഒരു ഈവൻ വേർട്ടെക്സ് ആണെന്ന് പറയാം. സി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന അല്ലെങ്കിൽ സിയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. സോ അത് ഓഡ് വേർട്ടെക്സ് ആണെന്ന് പറയാം. ഡി ഒരു ഓഡ് വേർട്ടെക്സ് ആണെന്ന് പറയാം. ഓക്കെ, സോ അതാണ് ഒരു വേർട്ടെക്സിന്റെ ഡിഗ്രി കാണുന്നതും അതുപോലെ തന്നെ ഓഡ് ആൻഡ് ഈവൻ വേർട്ടെക്സ് എന്താണെന്നുള്ളതും. ഇനി ഒരു ഗ്രാഫിന്റെ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? ആ ഗ്രാഫിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി ഏതാണോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആ ഗ്രാഫിന്റെ ഡിഗ്രി ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ദ ഡിഗ്രി ഓഫ് a graph is the largest vertex degree of that graph. Okay, അതായത് ഇപ്പൊ ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ സിക്കാണ് എന്ത് ഡിഗ്രി കൂടുതൽ, കാരണം 3 എഡ്ജ് ജോയിൻ ചെയ്യുന്നത്. സോ ഇതിന്റെ ഈ ഒരു ഗ്രാഫിന്റെ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 3 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു തിയറമാണ് ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ തിയറിനെ തന്നെ നമ്മൾ പറയും സം ഓഫ് ഡിഗ്രി തിയറം എന്നും നമ്മൾ പറയും. ഓക്കെ, സോ എന്താണ് ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിംപ്ലി ഇൻ എ ഗ്രാഫ് ദ സം ഓഫ് ഓൾ ദി ഡിഗ്രി ഓഫ് ഓൾ ദി വേർട്ടീസസ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദി നമ്പർ ഓഫ് എഡ്ജസ്. ഓക്കെ, സിംപ്ലി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സം ഓഫ് ഓൾ ഡിഗ്രി ഓഫ് വേർട്ടെക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എഡ്ജസ്, 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ്. അതാണ് ഇവിടെ നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിത് ഈ ഒരു നമ്മൾ നേരത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രാഫുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഈ തിയറം നമുക്കൊന്ന് പറയാം. സോ നേരത്തെ നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന വേർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്, അതുപോലെ തന്നെ ബിൻ്റെത് 2 ആണ്, സി എന്ന് പറയുന്ന വേർട്ടെക്സിൻ്റെത് 3 ആണ്, ആൻഡ് ഡി എന്ന് പറയുന്ന വേർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നമ്മളോട് ഈ ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ തിയറം പ്രകാരം എന്താണ് പറയുന്നത്? സം ഓഫ് ഡിഗ്രി, ഓക്കെ, ഡിഗ്രി ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വേർട്ടെക്സിന്റെയും ഡിഗ്രി എടുത്ത് നമ്മൾ സം ചെയ്തിട്ടുണ്ടെങ്കിൽ 4ഉം 7ഉം 8. ഓക്കെ, ഇവിടെ ടോട്ടൽ സം ഓഫ് ഡിഗ്രി ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിൽ എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 and 4. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? 2 ഇൻറ്റു 4 എന്നായിരിക്കും വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു തിയറം, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് എത്ര ഇതിന്ന് വേർട്ടെക്സിന്റെ എണ്ണം കാണാനും അതുപോലെ തന്നെ എഡ്ജിന്റെ എണ്ണം കാണാനും ഒക്കെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സോ ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ദെൻ അഡ്ജസെന്റ് വേർട്ടീസസ് ആണ് അടുത്ത ടോപ്പിക്. അഡ്ജസെന്റ് വേർട്ടീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എനി പെയർ ഓഫ് വേർട്ടീസസ് വിച്ച് ആർ കണക്റ്റഡ് ബൈ ആൻ എഡ്ജ് ഇൻ എ ഗ്രാഫ് ഈസ് കോൾഡ് അഡ്ജസെന്റ് വേർട്ടീസസ്. അതായത് 2 വേർട്ടെക്സ് തമ്മിൽ ഒരു ബന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു
എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ വെർട്ടീസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്ജസെന്റ് വെർട്ടീസസ് അല്ലെങ്കിൽ നെയ്ബർ ഓഫ് നോഡ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ V1ഉം V2ഉം എന്താണ്, അഡ്ജസെന്റ് വെർട്ടീസസ് ആണ്. അതുപോലെ തന്നെ V2ഉം V3ഉം ഒരു അഡ്ജസെന്റ് വെർട്ടീസസ് ആണ്. അതുപോലെ V4ഉം V2ഉം അഡ്ജസെന്റ് വെർട്ടീസസ് ആണ്. ബട്ട് V3 ആൻഡ് V4 അഡ്ജസെന്റ് ആണോ? അല്ല, നോട്ട് അഡ്ജസെന്റ് ആണ്. കാരണം അവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ലിങ്ക് ഇല്ല. അതുപോലെ തന്നെ V3 ആൻഡ് V1. ഓക്കെ, സോ അത് നോട്ട് അഡ്ജസെന്റ് ആണ്. സോ നമുക്ക് രണ്ട് വേർട്ടീസസ് തമ്മിൽ ഒരു എഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് അഡ്ജസെന്റ് വേർട്ടീസസ് എന്ന് പറയുന്നത്. ഇനി അഡ്ജസെന്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ടു ഡിസ്റ്റിങ്ക്ട് എഡ്ജസ് ആർ ഇൻസിഡന്റ് വിത്ത് എ കോമൺ വെർട്ടെക്സ് ദെൻ ദേ ആർ കോൾഡ് അഡ്ജസെന്റ് എഡ്ജസ്. ഇവിടെ നമുക്ക് ഈ എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പൊ V1നും V2നും ഇടയിലുള്ള ഒരു എഡ്ജാണ് E1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ V2ക്കും V3ക്കും ഇടയിൽ വരുന്നതാണ് E2 എന്ന് പറയുന്നത്. സോ E1ഉം E2ഉം കോമൺ ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന ഒരു വെർട്ടെക്സ് ആണ് V2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, അഡ്ജസെന്റ് എഡ്ജസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ഐസൊലേറ്റഡ് വേർട്ടെക്സ്. ഓക്കെ, ഐസൊലേറ്റഡ് വേർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ എനി ഗ്രാഫ് എ വേർട്ടെക്സ് വിച്ച് ഇസ് നോട്ട് അഡ്ജസെന്റ് ടു എനി അതർ വേർട്ടെക്സ് ഈസ് കോൾഡ് ആൻ ഐസൊലേറ്റഡ് വേർട്ടെക്സ്. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഐസൊലേറ്റഡ് ആണ്, ഒറ്റപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അതായത് മറ്റൊരു വേർട്ടീസസുമായിട്ട് കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐസൊലേറ്റഡ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് അതിൽ ഒരു എഡ്ജും ഹാപ്പൻ ചെയ്യുന്നില്ല, ഇൻസിഡന്റ് ചെയ്യുന്നില്ല. ഓക്കെ, നോ ഇൻസിഡന്റ് ഏജ് ആണെന്നുണ്ടെങ്കിൽ, നോ ഇൻസിഡന്റ് എഡ്ജ്, ഓക്കെ, നോ ഇൻസിഡന്റ് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ഐസൊലേറ്റഡ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. സോ ഹിയർ V3 ഹാസ് നോ ഇൻസിഡന്റ് എഡ്ജ്, സോ V3നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐസൊലേറ്റഡ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോൺസെപ്റ്റ് ആണ് ലൂപ്പ്. ഓക്കെ, ഒരു ഗ്രാഫിലെ ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? എ ലൂപ്പ് ഈസ് ആൻ എഡ്ജ് ഹൂസ് വെർട്ടീസസ് ആർ ഈക്വൽ. ഓക്കെ, അതായത് അതിന്റെ രണ്ട് പോയിന്റ്സും എന്താണ്, ഹാപ്പൻ ചെയ്യുന്നത് ഒറ്റ വേർട്ടെക്സിലാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ V2ന്റെ കേസ് ഇവിടെ നോക്കുക, E2 എന്ന് പറയുന്ന ഈ ഒരു എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും ആ ഒരു വേർട്ടെക്സിൽ തന്നെയാണ്. സോ E2 എന്ന് പറയുന്നത് ഇതെന്താണ്, ഈ ഒരു ഇതാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എഡ്ജ് ഓഫ് ഗ്രാഫ് വിച്ച് ജോയിൻസ് എ വേർട്ടെക്സ് ടു ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് എ ലൂപ്പ്. ആ വേർട്ടെക്സിൽ തുടങ്ങി അതിൽ തന്നെ എൻഡ് ചെയ്യുക. ഓക്കെ, അതിൽ തന്നെ കറങ്ങുന്നതിന് എന്ത് പറയുന്നത്, ലൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് പാരലൽ എഡ്ജ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഡ്ജസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മൾട്ടിപ്പിൾ എഡ്ജസ് ആർ എഡ്ജസ് ഹാവിംഗ് ദി സെയിം പെയർ ഓഫ് വേർട്ടീസസ്. ഓക്കെ, അതായത് ഇപ്പോൾ V1 ആൻഡ് V2 എന്നതിന് ഇടയിൽ വരുന്ന ഒരു എഡ്ജാണ് E1 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ E5 എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു എഡ്ജാണ്. V1നും V2നും ഇടയിൽ തന്നെ വരുന്ന മറ്റൊരു എഡ്ജാണ് E5. സോ E1 ആൻഡ് E5 ആർ മൾട്ടിപ്പിൾ എഡ്ജസ് അല്ലെങ്കിൽ പാരലൽ എഡ്ജ് ആണെന്ന് പറയാം. ഓക്കെ, സോ അതാണ് പാരലൽ എഡ്ജ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഒരു ഗ്രാഫ് തിയറിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിൽ വേർട്ടീസസ് ഉണ്ടാവും, അതുപോലെ തന്നെ എഡ്ജും ഉണ്ടാവും. വേർട്ടീസസിനെ അല്ലെങ്കിൽ വേർട്ടെക്സിനെ നമുക്ക് എന്ത് പറയാം, നോഡ്സ് എന്ന് പറയാം, അതുപോലെ തന്നെ പോയിന്റ്സ് എന്ന് പറയാം. അതുപോലെ എഡ്ജിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആർക്ക്, ലൈൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ടൈപ്സ് ഓഫ് ഗ്രാഫുകൾ വരുന്നുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കൊണ്ടുവരാം. സോ എനിവേ ഇത്രയും പറഞ്ഞത് വളരെ ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. എനിവേ, താങ്ക് യു.